ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ. സൂചി നൂലും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പറിലേക്ക് നമ്മൾ ഡിസൈൻ വരച്ചെടുത്തിട്ട് അപ്പോൾ റൗണ്ടൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്കെയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പല സൈസിലുള്ള റൗണ്ട് നമുക്കതിൽ വരച്ചെടുക്കാം. നമ്മൾ ഇതൊക്കെ ട്രേസ് മെറ്റീരിയലിലേക്ക് ട്രേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ട്രേസ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഫുൾ റൗണ്ട് ബീഡ്സ് കിട്ടിയില്ല, ഹാഫ് ബീഡ്സ് അതിൻ്റെ കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇത് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം ഒന്നും കൂടി ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്യാൻ ആദ്യം ഇതുപോലെ സൈഡിൽ ഇതുപോലെ സൂചി മുകളിലേക്ക് എടുക്കാം. അതിൻ്റെ ഹോൾസിലൂടെ ഇട്ടിട്ട് ആദ്യം താഴത്തേക്ക് ഇറക്കി കൊടുത്ത് കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ചുറ്റും വെക്കുന്ന സീക്വൻസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ ചെറിയ സൈസ് സീക്വൻസ് മാത്രമേ കിട്ടിയിട്ടും. വലിയ സൈസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 2 ലെയറൊക്കെ വെക്കാൻ പറ്റൂ. ചെറുതായതുകൊണ്ട് ഞാനൊരു 3 ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുക്കാം. ഇതുപോലെ ചെറിയ സീക്വൻസ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ചെറുത് കാണാൻ വേണ്ടിയിട്ടും. ഇതുപോലെ ഒരു സീക്വൻസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് താഴ്ത്തി കൊടുക്കാം. അങ്ങനെ ഈ ഒരു റൗണ്ടിൽ ചുറ്റുമായിട്ട് നമുക്ക് സീക്വൻസ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിന് ചുറ്റുമായിട്ട് ആദ്യം ഒരു റൗണ്ടും കൂടി വെക്കാം. നമുക്ക് ആ ഒരു വട്ടം കംപ്ലീറ്റ് ആവുന്നത്ര വെച്ച് കൊടുക്കാം. ചെറിയ വട്ടം വരക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ വട്ടം കുറച്ച് വലുതായിപ്പോയി, അതുകൊണ്ട് ഒരു 3 ലെയർ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കട്ട് ബീഡ്സ്, റെയിൻബോ കളർ ചെറിയ സൈസ് കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ള. ചെറുതേ എനിക്ക് കിട്ടിയിട്ടുള്ളത്, വലിയതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ചെറുതായിരിക്കും കേട്ടോ. കട്ട് ബീഡ്സ് വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആദ്യം ഒന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് കൊടുക്കുക. അതിനുശേഷം തൊട്ട് മുന്നിൽ നിന്ന് കുത്തിയിട്ട് ഇതുപോലെ ബാക്ക്, പിന്നെ ആദ്യം നമ്മൾ ഫ്രണ്ടിലേക്ക് ഒന്ന് കൊടുക്കുക, പിന്നെ ബാക്കിൽ ഞാൻ ബാക്ക് സ്റ്റിച്ച് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തണ്ട് അത് മൊത്തം ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഈ ലീഫിൻ്റെ വരുന്നില്ലേ, അത് നമുക്ക് 4 കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളത് 3 കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം അറ്റത്തുനിന്ന് ഇതുപോലെ കുത്തിയിട്ട് 3 കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെരിച്ചിട്ടാണ് കേട്ടോ അവ കൊടുക്കുന്നത്. ഇതുപോലെ കുത്തിയിട്ട് താഴ്ത്തി ഇറക്കുക. പിന്നെ നമ്മൾ ആദ്യം കുത്തിയതിന് തൊട്ട് താല് ഒരുപാട് അതേ അളവ് വേണ്ട, ചെറിയ രീതിക്ക് തൊട്ട് താഴെടുക്കുക. എന്നിട്ട് 3 കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെരിഞ്ഞ് വരുന്ന രീതിക്ക് വരുന്ന സമയത്ത് ആ ഒരു ലീഫ് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നമുക്ക് ലീഫ് ചെയ്തെടുക്കുക. പിന്നെ മുകൾ വശത്ത് എവിടേക്കാണ് ലീഫ് വരുന്നത് ആ ഒരു സൈഡൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്നുണ്ട്, അത് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ ഹാഫ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ ബീഡ് നമുക്ക് 2 വെച്ച് തുന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യാറ് വെച്ചാലും നമുക്ക് എത്ര റൗണ്ടാണോ വേണ്ടത് അത്രയും നമ്മൾ ഒരുമിച്ച് കോർത്തെടുക്കും. എന്നിട്ട് ഇടയിൽ ലോക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അതിനുശേഷം നമുക്ക് ഒരു സീക്വൻസ് മൊത്തം അത് കണക്ക് വെക്കാം. മറ്റൊരു സീക്വൻസിൻ്റെ മുകളിൽ 3 സീക്വൻസ് വരുന്നത് 6 ഫ്ലവർ ടോട്ടൽ ഉണ്ട്. അതിൽ 3 സീക്വൻസ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. ബാക്കി 3 മുകളിൽ സീക്വൻസിൻ്റെ മുകളിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു കളർ ത്രെഡ്, എംബ്രോയ്ഡറി ത്രെഡ് ഫ്രഞ്ച് നോട്ട് എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്താക്കി വെച്ചാൽ നമ്മൾ ഈ സൂചി നൂലിൽ തുന്നുന്ന ഈ ഒരു നൂലില്ലേ, ബീഡ്സ് വർക്ക് ചെയ്യുന്ന ആ ഒരു നൂല് തന്നെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ലെയർ, 3 ലെയറിൽ ഇട്ടിട്ട് 6 ആക്കിയിട്ട് എടുത്തതാണ്. എന്നിട്ട് ആദ്യം ഞാൻ ജസ്റ്റ് ഒറ്റ റൗണ്ട് കുത്തിയിട്ട് താഴത്തേക്ക് ഇറക്കി കൊടുത്തു. അപ്പം അധികം ഒരു കട്ടി തോന്നുന്നില്ല കേട്ടോ. പിന്നീട് ഞാൻ എന്താക്കി വെച്ചാൽ 2 പ്രാവശ്യം നമ്മുടെ നീഡിൽ 2 പ്രാവശ്യം ചുറ്റിയിട്ട് താഴ്ത്തി കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് കട്ടി കാണുന്നുണ്ട്. ഒന്നാമത് എൻ്റെ സീക്വൻസ് ചെറുതായതുകൊണ്ട് നമുക്ക് വലുതാക്കാൻ പറ്റില്ല. 3 ലെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചുറ്റിയിട്ട്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് 2 ചുറ്റിയിട്ട് താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എല്ലാ കളർ എംബ്രോയ്ഡറി ത്രെഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് കൊണ്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി, കാരണം കുറേ നൂലിങ്ങനെ ചിലപ്പോൾ വലിക്കുമ്പോൾ ഒന്ന് പൊങ്ങിയിട്ടൊന്ന് താണിട്ടൊക്കെ ഇരിക്കും. ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ചെയ്യുമ്പോൾ ആ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേഗം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അധികം കാണിക്കുന്നത് ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുവാന്നിട്ട് ചെയ്യും. സെൻട്രൽ ജസ്റ്റ് ഒരു ഇങ്ങനെ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു സൂര്യനെ കണക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരു 5 വരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഞാൻ വീഡിയോ അധികം ലോങ് ആക്കാതെ വെച്ചാൽ ഫുള്ള് കാണിക്കേണ്ട ആവശ്യമില്ല, എല്ലാം റിപ്പീറ്റ് ആയിട്ട് വരുന്നതായതുകൊണ്ടാണ് അതിങ്ങനെ ലോങ് ആക്കാതെ ഇരുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബൈ.